കൊല്ലം പത്തനാപുരം അലിമുക്കിൽ ആടിനെ വന്യമൃഗം ആക്രമിച്ചു കൊന്നു. കഴിഞ്ഞ ദിവസം ഇതേ സ്ഥലത്ത് മറ്റൊരാടിനെ വന്യമൃഗം ആക്രമിച്ചിരുന്നു. പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ച വനം വകുപ്പ് നിരീക്ഷണം തുടരുന്നതിനിടെയാണ് വീണ്ടും വളർത്തുമൃഗത്തെ ആക്രമിച്ചത്. അനൽക്ക സെയ്ദ് വിവരങ്ങൾ നൽകും. അനൽക്ക, വന്യമൃഗം എന്ന് പറയുമ്പോൾ കടുവയോ പുലിയോ മറ്റോ എന്നാണോ സംശയിക്കുന്നത്? ദിവ്യ, ഈ പത്തനാപുരം അലിമുക്ക് ജനവാസ മേഖലയിലാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ആടിനെ വന്യമൃഗം ആക്രമിച്ചു കൊന്നത്. അതായത് അലിമുക്ക് പൈമനന്തൂരിലെ വയോധികയായ ശാന്തയുടെ ആടിനാണ് ഇത്തരത്തിൽ കൊന്നത്. കഴിഞ്ഞ ദിവസം ഇതേ സ്ഥലത്ത് മറ്റൊരാടിനെ വന്യമൃഗം ആക്രമിക്കുകയും ചെയ്തിരുന്നു. പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ച് വനം വകുപ്പ് നിരീക്ഷണം തുടരുന്നതിനിടെയാണ് വീണ്ടും വളർത്തുമൃഗത്തെ പിടികൊടുത്ത് സ്ഥലത്ത് വനം വകുപ്പ് പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇന്നലെയും ഇതേപോലെ സമാനമായ രീതിയിൽ ആടിനെ ആക്രമിക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഈ മേഖല വന്യമൃഗ ഭീഷണി നേരിടുന്ന ഒരു വനമേഖല കൂടിയാണ്. അതായത് ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ പുലിയാണ് ഈ ആടിനെ ആക്രമിച്ചത് എന്ന ഒരു നിരീക്ഷണത്തിലാണ്, സംശയത്തിലാണ് നാട്ടുകാരും അതോടൊപ്പം തന്നെ വനം വകുപ്പും ഉള്ളത്. അതായത് ഇന്നലെയും സമാനമായ രീതിയിൽ ഇത്തരത്തിലൊരു ഈ മേഖലയിൽ നിന്ന് തന്നെ ആടിനെ ഈ വന്യമൃഗം കടിച്ചു കൊല്ലുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് തുടർച്ചയായി രണ്ടാം ദിവസമാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാകുകയും ചെയ്തത്. അതായത് ഇതുമായി ബന്ധപ്പെട്ട സ്ഥലത്ത് ഈ അലിമുക്ക് വനമേഖലയിൽ വനം വകുപ്പ് പരിശോധന നടത്തുന്നുണ്ട്. ഈ പ്രദേശത്ത് ക്യാമറ സ്ഥാപിച്ചടക്കം വനം വകുപ്പ് നിരീക്ഷണം തുടരുന്നതിനിടെയാണ് വീണ്ടും വളർത്തുമൃഗത്തെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇതുമായി ബന്ധപ്പെട്ട നിലയിൽ ഇപ്പോഴും വനവകുപ്പിന്റെ നേതൃത്വത്തിൽ അലിമുക്ക് വനമേഖലയിൽ പരിശോധന നടക്കുകയാണ്. ശരി, എന്തായാലും പുലി എന്നാണ് സംശയിക്കുന്നത്. ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട്, നിരീക്ഷണം തുടരുകയാണ്. അനൽക്കിയാണ് വിശദാംശങ്ങൾ നൽകിയത്.